ബഹുമാനനായ പി വി അബ്ദുൽ വഹാബ് എം പിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ KNM-ൻ്റെ നിഷേധ്യരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, എൻ്റെ സുഹൃത്തും എപ്പോഴും വിവാദങ്ങളുടെ തോഴനുമായ നമ്മുടെ ഫസൽ ഗഫൂർ സാഹിബ്, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഗഫൂർ സാഹിബിൻ്റെ പ്രസംഗം എപ്പോഴും കേൾക്കാനും ഞങ്ങൾ പരസ്പരം പല കാര്യങ്ങളിലും അഭിപ്രായ സമന്വയവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്, രൂക്ഷമായി ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞങ്ങൾ വളരെ ഫ്രണ്ട്ലിയാണ് ഞങ്ങളുടെ അപ്രോച്ചൊക്കെ. കാരണം എല്ലാവർക്കും എല്ലാവരുടേതായ വീക്ഷണങ്ങളുണ്ടാകും. അത് പറയാനുള്ള സ്വാതന്ത്ര്യം, അതാണ് നമുക്ക് ഈ നാട്ടിൽ ഇന്ത്യയിലുള്ള വളരെ ആശ്വാസകരമായ ഒരു സംഗതി. ലോകത്തിലൊരു മുസ്ലിം രാജ്യത്തും ഒരു രാജ്യത്തും ഇല്ലാത്ത അത്ര സ്വാതന്ത്ര്യം നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരുന്നു. ആ അനുഭവിച്ചത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് ആരുടെയും ഔദാര്യം കൊണ്ടല്ല, ശക്തമായ ഇടപെടലുകളോട്. ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അതിൽ ശക്തമായി തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും, അംഗുലീപരിമിതരായ അംഗങ്ങളാണെങ്കിലും തങ്ങളുടെ നീതിബോധം കൊണ്ടും വാക്സാമർത്ഥ്യം കൊണ്ടും മറ്റുള്ളവരെ തങ്ങളുടെ വാദഗതികളെ അംഗീകരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ രേഖകൾ പാർലമെൻറ്റിൽ ഇന്നും വളരെ എല്ലാവർക്കും കാണാവുന്ന രൂപത്തിൽ, ഞങ്ങൾക്കൊക്കെ പ്രത്യേകം കാണാവുന്ന രൂപത്തിൽ അത് ലിഖിതമാണ്. മഹാന്മാരായ പോക്കർ സാഹിബും മുപ്പി സാഹിബും ഇസ്മാഹിൽ സാഹിബും ഒക്കെ എത്രത്തോളം മറ്റുള്ള നേതാക്കളുടെ കൂടെ, ഡോക്ടർ അംബേദ്കറുടെയും അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും ഒക്കെ കൂടെ ഇരുന്നു കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഇന്ത്യയുടെ ഭരണഘടന, അതിൽ സെക്കുലറിസം, ഡെമോക്രസി എന്നുള്ള രണ്ട് ഭാഗങ്ങൾ, അത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. ആ ആനുകൂല്യങ്ങൾ, നമുക്കുണ്ടായ ആനുകൂല്യങ്ങൾ, അത് തുടരാനും അതിലെന്തെങ്കിലും ഇനിയും പ്രശ്നമുണ്ടെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടതും. ആ അവസരത്തിലാണ് ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞ് 10-60 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ശരിയായ രൂപത്തിലല്ല, ഇതൊക്കെ ചില ബുദ്ധി മോശം സംഭവിച്ചത് കൊണ്ടുണ്ടായ അപകടമാണ് എന്നുള്ള രൂപത്തിൽ നമ്മുടെ ചില നേതാക്കളും ചില വിഭാഗങ്ങളുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് പ്രബോധനത്തിൽ നമ്മുടെ ആദർശങ്ങളും ആശയങ്ങളും അത് ആർക്കും ആരുടെയും എതിരായ ആശയത്തിനെതിരാണെങ്കിലും അത് പ്രചരിപ്പിക്കാനും അതിനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിൽ നമുക്കുള്ളത്. ലോക മുസ്ലിങ്ങൾക്ക്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിലോ ഈവൻ ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ മലേഷ്യയിലോ നമ്മുടെ മറ്റ് രാജ്യങ്ങളിലോ, പേര് പറയാൻ ആഗ്രഹിക്കില്ല, എനിക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ മറ്റ് പേരുകളൊന്നും പറയുന്നില്ല, ഒക്കെ ഇല്ലാത്തൊരു സൗകര്യമാണ് നമുക്കുള്ളത്. ആ സൗകര്യം നശിപ്പിക്കാനുള്ള ക്ഷുദ്രശക്തികളുടെ കൂട്ടത്തിൽ നാം പെടരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും പറയാനുള്ളത്. അവരുടെ അജണ്ടകളിൽപ്പെട്ട് നമ്മുടെ വാദങ്ങളെ ഒരു പ്രത്യേക രൂപത്തിൽ കൊണ്ടുപോയി നമുക്കുള്ള സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ആൾക്കാർക്ക് ഒരു വടിയായി നിൽക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അതിൽ പല കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ ഓരോ സംഗതി പറയുന്നത്, ഞാൻ ഇപ്പം വരുന്നതിന് മുമ്പ് ഫസൽ ഗഫൂറിനോട് പറയായിരുന്നു ചില സംഗതികൾ നമ്മൾ ഇടപെടരുത്. പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് താല്പര്യം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വ്യക്തി എന്നതിലപ്പുറം ഒരു സമൂഹത്തിൻ്റെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് എനിക്ക് ഫസൽ ഗഫൂറിൻ്റെ MS ഫസൽ ഗഫൂർ തന്നെയാണ്.
അവിടെ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ ഫസൽ ഗഫൂറിന് അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം, അങ്ങനത്തെ ഒരു ഭരണഘടനയുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ മറ്റുള്ള സ്ഥിതി. അപ്പോൾ ഫസൽ ഗഫൂറിന് എന്തും പറയാം. ഫസൽ ഗഫൂറിന് തോന്നുന്ന രൂപത്തിൽ ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫസൽ ഗഫൂറിനെ പറഞ്ഞതിന് ഒരു ലൈസൻസും ഇല്ല. പിന്നെ അങ്ങനത്തെ ഒരാളുമാണ്. പാപ്പാൻ്റെ മരുന്നല്ല, അവൻ മകൻ കുറച്ചും കൂടി അതിൻ്റെ അപ്പുറത്താണ്. അപ്പം അതുകൊണ്ട് ഫസൽ ഗഫൂറിന് എന്താ സംഗതികളെ പറ്റിയും തുറന്ന് അടിച്ച് പിടിച്ച് സംസാരിക്കുന്നതിലും ലിംഗനീതി, ലിംഗസമത്വം ഒക്കെ പറഞ്ഞ് നാളെ ഞങ്ങളൊരു പ്രസംഗിച്ചവൻ പറഞ്ഞു, ഇനി അവസാനം ഇവിടെ പറഞ്ഞില്ല, ഇനിയിപ്പോൾ അവസാനം മടിയിലിരുത്തണമാണോ സമത്വം എന്നിവരെ ഫസൽ ഗഫൂർ ചോദിച്ച് ഇവിടെ ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 50-ാം വാർഷികം മമ്പാട് കോളേജിൽ അങ്ങനെ ആചരിച്ചപ്പോൾ ഞങ്ങൾ ആഘോഷിച്ചപ്പം ഫസൽ ഗഫൂർ ലിംഗസമത്വം ഇനി മടിയിലിരുത്തണം കൂടി പറയോ എന്ന് വരെ പറഞ്ഞിരുന്നു. അപ്പം ഫസൽ ഗഫൂറിന് സദസ്സിനനുസരിച്ച് എവിടെയും എങ്ങനെയും പറയാം. അങ്ങനെ ചില ആൾക്കാർ നമുക്ക് പാടാം, അങ്ങനെ ചില അൾസേഷല്ലേ അങ്ങനെ പറഞ്ഞ് ഫസലിനെ പറഞ്ഞുകൊണ്ട് പറയാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. ഇപ്പം അത് വലിയൊരു വിവാദമായി മാറും. ഞാൻ ഫസൽ ഗഫൂറിനെ നായി വിളിച്ചു, അതിപ്പോൾ പ്രശ്നമല്ല. ഫസൽ ഗഫൂറിൻ്റെ എനിക്കത് പ്രശ്നമല്ല, നായാണെങ്കിൽ നായ, അതിൽ അൾസേഷനാണോ ഡോബർമാൻ ആണോ എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ ചില ആൾക്കാർ നമുക്ക് വേണം എന്നുള്ളത് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം അതിനേക്കാളും വലിയ ആൾക്കാർ വരുമ്പോൾ പച്ചയിലിങ്ങനെ പറയാണ്, നൗഷാദിൻ്റെ ജാതി, നൗഷാദിൻ്റെ പേര്, നൗഷാദിന് 10 ലക്ഷം ഉറുപ്പ്യ കൊടുത്തത്, ഇതൊക്കെ പറയുമ്പം അതിന് മറുപടി പറയാൻ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരും വേണം. നമുക്ക് ചില എല്ലാ കാര്യത്തിലും അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമുക്ക് തന്നെ എതിരാകുന്ന രൂപത്തിലായിക്കൂടാ എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഭീരുത്വമെന്നോ അടിയറവെന്നോ പല പേരും പറയാം. പല കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം പറയുമ്പോൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആശയം, മനസ്സിലുള്ള തോന്നലുകൾ പറയുമ്പോൾ നമ്മൾ ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആത്യന്തികമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അനുഭവിക്കുന്ന സൗകര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ തന്നെ എന്താണ് പറയുക, ആളാകരുത്, അല്ലെങ്കിൽ അതിനൊരു വടിയാകരുത്, നമ്മൾ മലയാള നാടൻ ഭാഷയിൽ പറയണമെങ്കിൽ. അതിൽ വരുന്ന കുറേ സംഗതികളുണ്ട്. അതിന് നമ്മൾ ചില സംഗതികളിൽ നമ്മൾ കുറച്ച് മിതത്വം കാണിക്കുമ്പം അത് മൃതമല്ലേ, മൃദു, ഹിന്ദുത്വം എന്ന് പറഞ്ഞ പോലെ അത് മൃദു സമീപനമല്ലേ, അങ്ങനെ വേണോ? അങ്ങനെയല്ലല്ലോ നമുക്ക് നമ്മളെ മുജാഹിദ് നേതാക്കൾ പഠിപ്പിച്ചില്ല. നമ്മളെ മനസ്സിൽ തുറന്നിട്ട് പറയണം, അത് വിദഗ്ധാണ്, ഇത് മറ്റേതാണ്, തൗഹീദാണ്, നരകത്തിലാണെന്ന് പറയണം എന്ന് പറഞ്ഞ രൂപത്തിൽ ഇവിടെയും പറയണം എന്നാണ് ചില ആൾക്കാർ ഉപദേശിക്കൽ. ഇവിടെ രാഷ്ട്രീയമായി നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ അതേ നിലപാടുകൾ സ്വീകരിച്ചാൽ നമ്മൾ മറ്റൊരു തൊഗാടിയാവും, നമ്മൾ വേറൊരു ഭീകര ഗ്രൂപ്പിൽ പെടുത്തി. വളരെ സൗകര്യമാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ IS എന്ന് പറഞ്ഞാൽ മതി. ഈ IS എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ അതുപോലെ താലിബാനെ പറ്റി അപ്പം പഠിക്കണുള്ളൂ, പുസ്തകം ഇപ്പോഴാണ് വാങ്ങി പഠിക്കണത്. അതേപോലെ IS-നെ പറ്റി കുറച്ചു കാലം കഴിഞ്ഞാൽ എന്താ ഇത് വരുന്നത്, എവിടുന്ന ഉണ്ടായത്, എങ്ങനെ ഉണ്ടായത്, ഉണ്ടോ, ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ പിന്നെ അറിയുള്ളൂ. കാരണം മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ആഗോളതലത്തിൽ തന്നെ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിന് പല രൂപത്തിലും സിയോണിസ്റ്റുകൾ പല രൂപത്തിലും വരും, പല രൂപത്തിലും പല ഭാവത്തിലും. അത് എങ്ങനെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെയാണല്ലോ നമുക്ക് പല ചരിത്ര സംഭവം കാണാൻ സാധിക്കുന്നത്. 965 തോന്നുന്നു, ഞാനൊക്കെ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് രാവിലെ നീറ്റപ്പോഴാണ് എൻ്റെ വാപ്പനോട് പറയണത്, ട്യൂഷന് പോണ സമയത്ത് നമ്മുടെ കെനഡി മരിച്ചും തോന്നുന്നുണ്ട്. കാരണം വാപ്പാക്ക് 4ാം ക്ലാസ്സാണ്, പിന്നെ സ്വന്തമായിട്ട് ഈ പറഞ്ഞവർ പഠിച്ചതൊക്കെയാണ്. അപ്പം ഇങ്ങനെ റേഡിയോ ഒക്കെ പിടിച്ചിട്ട് അന്ന് രാവിലെ പുലർച്ചെയാണ് വെടികൊണ്ടത്, എന്തോ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ അവിടെ പോയിട്ട് മാഷോട് പറഞ്ഞു 7 മണിക്ക് തന്നെ കെനഡി മരിച്ചേക്കണ കാരണം. അപ്പോൾ അത് കേട്ടപ്പോൾ അന്ന് കെനഡി എന്ന് പറഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലൊക്കെ നമ്മൾക്ക് ഒരു ഡിയർ ആളാണ്. അപ്പോൾ അന്ന് അത് പറഞ്ഞപ്പോൾ പിന്നീട് വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് അറിയോ? അന്ന് പിന്നീട് വരുന്നത് CIA-ക്കാരനെയാണ് വെടിവെച്ചത്. ഇന്നും അത് ദുരൂഹമാണ്. സ്വന്തം പ്രസിഡന്റിനെ എങ്ങനെ വെടിവെക്കുക സ്വന്തം നാട്ടിൽ? അപ്പം ഇതിനൊക്കെ കഴിവുള്ള ആൾക്കാരുള്ള ഒരു സമൂഹത്തിൽ അന്നും ഇന്നും നമുക്കെതിരുള്ള ശക്തികൾ നമ്മുടെ കൂടെ ഉണ്ടോ? അത് ഏതാണ് ജിന്നാണെങ്കിൽ കാണാനും പറ്റൂല. അപ്പം അത് ഏത് രൂപം നമുക്കറിയില്ല. വരുന്നു എന്നുള്ള സംഗതികൾ മനസ്സിലാക്കുമ്പോഴാണ് പല കാര്യങ്ങളിലും ഗഫൂറിനെ പോലെ വളരെ ട്രാൻസ്പെറൻ്റ് ആകാൻ നമുക്ക് സാധിക്കാതെ വരുന്നത്. അതിനെ ഭീരുത്വം എന്ന് വിളിച്ചാലും കുഴപ്പമില്ല, അതിനെ എന്താണ് പറയുക, ഇങ്ങനെ നയാ പോരാ, കുറച്ച് ചൂടായിട്ട് വേണം എന്ന് പറഞ്ഞാലും ആത്യന്തികമായി നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ
മിനിമം നിലവിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ അടുത്ത തലമുറ അനുഭവിക്കണം. നിലവിൽ മിനിമം. ഞാൻ പറഞ്ഞത് അത് ഇത്ര മതിയെന്നല്ല. നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ പിതാമഹന്മാരും നമ്മുടെ നേതാക്കളുമൊക്കെ നമുക്ക് നേടിത്തന്ന ഇതുവരെ എത്തിച്ച സംഗതികളെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ചുറ്റുപാടിനവർക്ക് ഒരിക്കലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതിനുള്ള ചുറ്റുപാടുകളാണ് ഇവിടെ RSS തുടങ്ങിയ ഫാഷിസ്റ്റ് ശക്തികൾ വളരെ തന്ത്രപരമായി, വളരെ ആലോചനയോടുകൂടി, വളരെ ദൃഢനിശ്ചയത്തോടു കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 31% വോട്ട് ടോട്ടൽ NDA വാങ്ങിക്കൊണ്ടാണ് ലോക്സഭയിൽ ഇത്രത്തോളം വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയത്. രാജ്യസഭ വേണ്ട, അതൊരു വെറുതെ വഹാബിമാർക്കുള്ളൊരു സങ്കേതമാണ് എന്നൊക്കെ അന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് വേണം. കൗൺസിൽ സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങളും അവരുടെ ആ കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സഭ വേണം എന്ന് ഇന്ന് അവർ പാസ്സാക്കുന്ന പല സംഗതികളും തടുക്കാനെങ്കിലും സാധിക്കും എന്നുള്ള ചുറ്റുപാട് വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. മറ്റത് അപ്പർ ഹൗസ് ഓഫ് ലോർഡ്സ്, കുറച്ച് പൈസക്കാർക്കുള്ള സൗകര്യം എന്ന് ധരിച്ചത് ഇന്ന് മറിച്ച് പറയുന്ന ചുറ്റുപാട് വന്നത് നമ്മുടെ ഭരണഘടന അന്നുണ്ടാക്കിയ ആൾക്കാരുടെ ദീർഘദൃഷ്ടിയാണ്. ഇടയ്ക്ക് എനിക്കും തോന്നിയിരുന്നു ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോരെയെന്ന്. പക്ഷേ ഇന്ത്യയുടെ ജനാധിപത്യ ചുറ്റുപാടിൽ 31% മാത്രം, അതും വോട്ട് ചെയ്തവരുടെ ഇന്ന് ഭരിക്കുന്നത് അവരുടെ ഉരുക്കുമുഷ്ടിയിലാണ്. യാതൊരുവിധ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. പണ്ടത്തെ മാതിരി കഴിഞ്ഞ 10 വർഷം 30 നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒറ്റ സർക്കുലർ മതി. CBSE പരീക്ഷയിൽ മുഖം വെക്കാൻ പാടില്ല. നമുക്കൊന്നും പറയാൻ പറ്റാത്ത ചുറ്റും നമുക്ക് കുറേ വെച്ചോണ്ടും ചിലപ്പോൾ അവസാനം ശരിയായി തീരും. ഇങ്ങനെ ഓരോ ചെറിയ സംഗതികളിൽ വരെ വളരെ ഞാൻ HRD മിനിസ്ട്രിയിലെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മെമ്പറാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സംഗതികളൊക്കെ മിനിസ്റ്റർ ആണെന്ന് കാര്യമാക്കണ്ട, അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞൊരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു. പക്ഷെ എല്ലാ സംഗതികളിലും മൈന്യൂട്ടായ സംഗതികൾ വരെ സംഘപരിവാർ ശക്തികൾ വളരെ ആസൂത്രിതമായി മുന്നേറുമ്പം നമ്മളെ ആൾക്കാരും നമ്മളൊക്കെ വേറൊരു അജണ്ടയുമായി അങ്ങനെ പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യയിൽ, അത് കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗത്ത് മലബാറിൽ, അതിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ ജീവിച്ച് നമ്മളൊക്കെ അന്ന് കുറച്ചാണ്ട് പോയി നോക്കിയാൽ അറിയാം വിവരം എന്തുകൊണ്ട് ഇവിടെ എങ്ങനെ ഉണ്ടായി, എങ്ങനെ ഈ പ്രസ്ഥാനങ്ങളും നേതാക്കളൊക്കെ പല രൂപത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് MESന്റെ സേവനങ്ങൾ നിസ്തുലമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഈ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള രാഷ്ട്രീയ ശക്തി, രാഷ്ട്രീയമായ പിന്തുണ, ആ കാര്യത്തിൽ ഇപ്പം ഇന്ന് പുതിയ കുട്ടികൾക്ക് ഒരു പുതിയ ചുറ്റുപാട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്, താടിയൊക്കെ വെച്ച് കുറച്ച് ട്രൗസറൊക്കെ കയറ്റി, പിന്നെ നമ്മൾ ഇസ്ലാം മറ്റുള്ള കാര്യങ്ങളും താല്പര്യമില്ല. എന്ത് രാഷ്ട്രീയം? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബസ്സിന് കല്ലെറിയലും അതല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യലുമാണ് ധരിച്ച രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അഴിമതിക്കാർ. കഴിഞ്ഞ പ്രത്യേകിച്ച് 2ാം UPA ഗവൺമെന്റിൽ BJP പോലുള്ള സംഘടനകൾ, RSS സംഘടന വളരെ ആസൂത്രിതമായി അഴിമതി എന്നുള്ള പെട്ടെന്ന് പൊട്ടിമുളച്ച മാതിരി ഉണ്ടായത്. എല്ലാ അഴിമതിയും 2ാം UPAയിൽ. കൽക്കരി ആണെങ്കിൽ അവിടെ, സ്പെക്ട്രം ആണെങ്കിൽ അവിടെ, ഏതെടുത്താലും അഴിമതിയുടെ കൂത്തരങ്ങ്. അതൊക്കെ രാഷ്ട്രീയക്കാർ എന്നുള്ള ഒരു ഇതുണ്ടാക്കി. രാഷ്ട്രീയം എന്ന അഴിമതിക്കാർ. രാഷ്ട്രീയ നേതാവ്, എൻ്റെ ഭാര്യ വരെ പറഞ്ഞത് നിങ്ങൾ എന്തിനാ ഇതിന് നടക്കണ വയ്ക്കുന്നോട്, അങ്ങനത്തെ ധാരണ അവരിൽ ഉണ്ടായത്. ഇതൊക്കെ സ്വയംഭൂവായി ഉണ്ടായതാണെന്നുള്ള ധാരണയിലാണ്. പക്ഷെ നമ്മുടെ പിതാക്കന്മാരും പിതാമഹന്മാരും ഒക്കെ അവരെ ത്യാഗങ്ങൾ, അവരുടെ ജീവിതം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് അവർക്കറിയില്ല. അവർക്ക് പുതിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഏത് ബ്രാൻഡ് നോക്കുക, ഇവിടെയൊക്കെ നോക്കുക, അവിടെയും ഇവിടെ കുപ്പായം. മറ്റങ്ങനെയല്ല. നിങ്ങൾക്കറിയാം 1947 കാലഘട്ടങ്ങളിലും അതിന് മുമ്പൊക്കെ റേഷനായിരുന്നു. ഷർട്ടും ഇതൊക്കെ തുണികൾ റേഷനായ സമയമായിരുന്നു. ആ സമയത്തിനൊക്കെ മാറി നമ്മളിവിടെ സൗകര്യം, ഇപ്പം ബ്രോസ്റ്റ് കാര്യങ്ങൾ, എനിക്കെന്നെ ചിലപ്പം സംഗതിയൊക്കെ വിഷമമായിട്ട് കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ പൈസ എടുത്തിട്ട് 200 രൂപ ഓട്ടോറിക്ഷയ്ക്ക് എടുത്തു കൊടുക്കുമ്പോൾ നമ്മളതിനേക്കാൾ ചിലവാക്കി നമ്മൾ അറിയില്ലല്ലോ. ഇപ്പം വേറെ ആൾക്കാർ ചിലവാക്കുന്നതുകൊണ്ടൊന്നും നമ്മൾ അറിയുന്നില്ല. ഇപ്പം എനിക്ക് പ്രത്യേകം ഇങ്ങനെ വളരെ സൗകര്യം, കാരണം ശമ്പളം ഇഞ്ഞും കൂടാൻ പോവുക, MP-മാരുടെ ശമ്പളം. ഇനി ബേജാറായിട്ട് കാര്യമൊന്നുമില്ല, അയാൾ കൂട്ടിക്കൊണ്ട് വെക്കും. അപ്പം അതുകൊണ്ട് എനിക്കത് അറിയുന്നില്ല. പക്ഷെ സാധാരണക്കാർ ചിലവഴിക്കുന്ന സംഗതികളൊക്കെ കാണുമ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ അതിൽ ധാരണ, ഇതൊക്കെ പെട്ടെന്ന് ഇതൊന്നും മുമ്പത്തെ സംഗതി ഒന്നും അറിയില്ല, ഇനി ഒന്നുമില്ല, ഇവരൊക്കെ ഒന്ന് പുറത്ത് അയച്ചാൽ മതി വിവരം അറിയാൻ. എൻ്റെ കോളേജിലെ കുട്ടികളെ, അമൽ കോളേജിലെ കുട്ടികളെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് NSSൽ ഞാൻ തന്നെ ദത്തെടുത്ത സൻസദ് ആദർശ് ഗ്രാമയോജന, പ്രധാനമന്ത്രിയുടെ പ്രത്യേക പരിപാടി, ഗ്രാമം ദത്തെടുത്ത് വെച്ചിട്ട് കേരളയിൽ ദത്തെടുത്തത് അവിടെ അയച്ചു.
7 ദിവസം അവരവിടെ താമസിച്ചു. ഒരു സൗകര്യമില്ലാത്ത ഒരു LP സ്കൂളിൽ കൽപ്പിച്ചു കൂട്ടി അയച്ചതാണ്. കുളിമുറിയും കക്കൂസൊന്നുമില്ല. അവർ 7 ദിവസം താമസിച്ചതിന് ശേഷം അവസാനത്തെ ദിവസം മിനിയാന്ന് ഞങ്ങൾ പിരിയുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിൽ നിന്ന വാക്കുകൾ, ഇപ്പോഴാണ് ഞങ്ങൾ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് മനസ്സിലാക്കിയത്. ഞങ്ങളൊക്കെ എത്രയോ സൗകര്യത്തിലാണ്, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഞങ്ങൾ എത്ര സൗകര്യത്തിൽ അയക്കുന്നു കോളേജിൽ. പാവപ്പെട്ട കുട്ടികളാണ്. അവർ പറയുമ്പോൾ അവർക്ക് ആത്മാഭിമാനം ഉണ്ടായത്. കാരണം അങ്ങനെയാണ് ചുറ്റുപാട്. നമ്മുടെ ആൾക്കാരൊന്ന് വടക്കേ ഇന്ത്യയിൽ കൊണ്ടുപോകണ്ടേ. കഴിഞ്ഞ ആഴ്ച ഞാനും ബഷീർ സാഹിബും ഒക്കെ കൂടി മുസഫർ നഗറിൽ പോയിരുന്നു. ഞങ്ങൾ കുറച്ച് വീടുണ്ടാക്കേണ്ട അവിടെ ആ വീടിൻ്റെ പണിയൊക്കെ നോക്കാൻ. 10-20 കൊല്ലം കഴിഞ്ഞാൽ സ്ഥിതി എന്താവും, പിന്നെ മാധ്യമം എന്താ എഴുതാൻ എനിക്കറിയില്ല. 20 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥിതി എന്താവും എന്ന്. നമുക്കിപ്പോൾ അതിന് മെയിൻ്റനൻസ് ഒന്നുമില്ല. ഇപ്പം ഉണ്ടാക്കണത് പോയി കണ്ടു. അവിടെ പോയി കണ്ടപ്പോൾ ചുറ്റുപാടും താമസിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളൊക്കെ എങ്ങനെയാണ് കാണുന്നത് അറിയോ? മുസ്ലിങ്ങളാണൊക്കെ മുസഫർ നഗറിലെ. എല്ലാവർക്കും കരിമ്പൻ തോട്ടത്തിലാണ് പണി, വെറും കരിമ്പ്. അപ്പണ്ട് ഒരു കുട്ടി, 7 വയസ്സായ കുട്ടി വലിയൊരു കരിമ്പിൻ്റെ തലയേറ്റ് പോകണം. അപ്പോഴാണ് ഇവിടെ ബാലവേല, ഇവിടെ ലിംഗനീതി പറയുമ്പോൾ ഇവിടുത്തെ ബാലവേലയും ബാലനീതിയും ഒക്കെ ആലോചിച്ചിട്ട് സങ്കടം വന്നത്. നമ്മളൊക്കെ എങ്ങനെ ജീവിക്കുന്നത്? ഞാൻ പോയിക്കൊണ്ടൊരു മേഴ്സിഡീസ് കാറിലാണ് അവിടുത്തെ വണ്ടി. അയാൾ പോയിട്ട് കുട്ടികളെ കൽബത്തോടെ നോക്കുന്ന ചുറ്റുപാട് ഞാൻ തന്നെ ചെറുതായി നമ്മളവിടെ പോയി കാണുമ്പം നമ്മളിതൊക്കെ എത്ര ലക്ഷറിയിലാണ്, നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്. കേരളത്തിൽ 10 പൈസ കേരളത്തിൽ ഇനി കൊടുക്കരുതെന്ന് തോന്നിപ്പോവും. ഇവിടെ പള്ളി ഉണ്ടാക്കാനും ഇവിടെ മറ്റുള്ള ഇതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ഇതൊന്നും ചെയ്യുന്ന തെറ്റാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് അവിടെ ഓരോ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ ആരും പൈസ കൊടുക്കണ്ടെന്ന് തെറ്റിദ്ധരിച്ച് അതിന് പറയും വേണ്ട. ഞാൻ എൻ്റെ മനസ്സിൽ അപ്പത്തെ വേദന പറഞ്ഞത്. ഈ ചുറ്റുപാട് നമ്മളെ കുട്ടികൾക്ക് അറിയില്ല. ഈ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി, എൻ്റെ കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, എല്ലാവരും കുട്ടികൾക്കും അറിയില്ല. അതുകൊണ്ട് എന്തിന് രാഷ്ട്രീയം, എന്തിന് ശക്തി? ഇവിടെ ഇപ്പം ശക്തി എന്തിനാണെന്ന് അറിയോ? ഇപ്പം എല്ലാവരും ഇപ്പം ഞാൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ്. ഇവിടെ ഇപ്പം വോട്ട് ചേർക്കേണ്ട ഞങ്ങളെ പണിയാണ്. കാരണം അടുത്ത ഇലക്ഷൻ വരിക. പക്ഷെ വോട്ട് ചേർക്കുമ്പോൾ നമ്മളെ പ്രവർത്തകരോട് പറഞ്ഞാൽ അവർക്ക് ചൂടില്ല. കാരണം എന്താ പറയുക? അതൊന്നിപ്പോൾ നമ്മൾ നോക്കണ്ട, നമ്മളെ മതസംഘടനകൾ വോട്ട് ചേർക്കുന്നുണ്ട്. മുമ്പ് നമ്മൾ ചെയ്യണമല്ലോ, അപ്പം അത് വേണ്ട. ഇപ്പം മതസംഘടനകളെ വോട്ട് ചേർക്കണം. എന്തിനാണ് അറിയോ? ഈ വോട്ടിൻ്റെ ബലം വെച്ച് വില പേശാൻ. ഈ വോട്ടിൻ്റെ കണക്കും വെച്ച് ഞങ്ങൾക്ക് ഇത്ര ഉണ്ട്. കാരണം പഞ്ചായത്തിൽ വില പേശി അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അത് രൂപത്തിലാണ് നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പം ഇന്ന് കാണുന്നത്. പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ പുരോഗമനത്തിന് നവോത്ഥാന പ്രസ്ഥാനം അന്ന് ഈ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല. അന്ന് ചിന്തിച്ചെന്താണ്? ഇവിടെ മുസ്ലിങ്ങൾക്ക് നവോത്ഥാനം, നമുക്ക് സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ സൗകര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ചുറ്റുപാടും രാഷ്ട്രീയ സ്വാധീനം വേണം, രാഷ്ട്രീയ ശക്തി വേണം. അതില്ലെങ്കിൽ ഒന്നും നടക്കില്ല. നടക്കാത്ത കാര്യമാണ് ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ. എന്തുകൊണ്ട് കേരളം വേറെ ആയിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ ഞാനതിനെ പറ്റി പറയുന്നില്ല. എന്ന് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. അവിടെ നിന്നും ഇല്ലാത്ത ചില സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾ ഇപ്പം 50% എന്ന് പറഞ്ഞാൽ ഫലത്തിൽ 55%. 50% ഏതായാലും വേണം. പിന്നെ പട്ടികജാതി അങ്ങനെ എങ്ങനെയാണ് 55%. 50%-ഓളം സ്ത്രീകൾ ഭരണരംഗത്ത് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചാൽ ഞാൻ മുഴുവൻ ഇല്ല എന്ന് പറഞ്ഞില്ല. വളരെ ശരിയാണെന്നൊന്നും പറയില്ല. ഒരു 33 മതിയെന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. ആ രൂപത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ. ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട്, JSS. ഗൗരിയമ്മൻ്റെ സംഘടന എന്നല്ല, പല ആൾക്കാർക്കും അതിന് ഫുൾ തന്നെ അറിയില്ല. ജനശിക്ഷൺ സംസ്ഥാനമാണ്. ഇന്ത്യയിൽ 250 ജനശിക്ഷൺ സംസ്ഥാനമുണ്ട്. അതിൽ ഏറ്റവും നല്ല ജനശിക്ഷൺ സംസ്ഥാനമായി കഴിഞ്ഞ വർഷം തിരഞ്ഞെടുത്തത് മലപ്പുറം JSS-നെയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങളെയാണ്. അതിൻ്റെ ഒരു കലാമേള ഇന്നലെ നടന്നിരുന്നു ഞങ്ങൾ. എന്താണ് അവരുടെയൊക്കെ ആ ഒരു ആത്മവിശ്വാസം, സ്വന്തം തൊഴിൽ, ഈ സ്കിൽ ഡെവലപ്മെൻറ്റിൽ എല്ലാ കൊല്ലവും ഞങ്ങൾ 4000-4500 ആൾക്കാർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ആവേശം ഈ ചുറ്റുപാടിലൊക്കെ ഇവിടുത്തെ സ്ത്രീകൾക്കും ഇവിടുത്തെ മറ്റുള്ള മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ആകാൻ സാധിച്ചതിൻ്റെ പിന്നിലുള്ള കാരണം ഇവിടെ ശക്തമായ പ്രവർത്തനം നടന്നതാണ്. അത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. അത് ഞാൻ ഇന്ന പാർട്ടി ഒന്നും പറയുന്നില്ല, എല്ലാ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് നടന്നത്. ഇപ്പം അതിനൊരു വളരെ മോശമായി കണ്ട് നമുക്ക് ഒരു മാശറ മതി, ഇവിടെ നിന്നും ജീവിക്കണ്ട എന്നുള്ള രൂപത്തിലാണ് ചില ആൾക്കാരുടെയൊക്കെ വളരെയധികം പെരുമാറ്റങ്ങളൊക്കെ. ഇതൊക്കെ മനസ്സിലാക്കാനും ഈ ചുറ്റുപാടിൽ ഇന്നത്തെ പ്രത്യേക പ്രതിസന്ധിയിൽ, മുസ്ലിങ്ങൾ നേരിടുന്ന ആഗോള പ്രതിസന്ധിയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നേരിടുന്ന പ്രതിസന്ധി, അതിനൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരും. അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി ഇതിനൊക്കെ പുറത്ത് ഉണ്ടല്ലോ നിയന്ത്രിക്കുന്നത്. ഇന്നലെ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മിഞ്ഞാന്ന് കണ്ടു. പെട്ടെന്ന് മോഡി അതാ പാകിസ്ഥാനിൽ പോകുന്നു. എന്തിനാണിത്? മോഡിക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാനോട് സുഖം തോന്നാൻ കാരണം അദ്ദേഹത്തിന് അറിയാം ലോകത്തിലെ മുസ്ലിങ്ങളൊക്കെ ഇന്ത്യയിലെ പല കാര്യങ്ങളിലും ഇവിടുത്തെ അസഹിഷ്ണുതയിൽ
അവർ രോഷം കൊള്ളുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് പോകുന്നു എന്ന് മനസ്സിലായപ്പം ലോക മുസ്ലിങ്ങളെ സമാധാനപ്പെടുത്താനായിരിക്കാം അദ്ദേഹം പോയെന്ന് ഞാൻ മനസ്സിൽ വ്യാഖ്യാനിക്കുന്നു, എനിക്കറിയില്ല. ഏതായാലും ചുറ്റുപാടുകൾ നമുക്ക് അനുകൂലമായിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹു തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. ഇനിയും കൂടുതൽ നമുക്ക് ലോക സമൂഹത്തിൽ, കേരളത്തിലെ പ്രത്യേകിച്ച്, ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ നേടിയ പോലുള്ള അഭൂതപൂർവമായ ഈ ഉയർച്ച ഇനിയും അഭംഗുരം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനായി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.